ഹലോ എവരി വൺ, വെൽക്കം ടു ദിസ് ന്യൂ സ്റ്റഡി വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ഞാനൊരു PSC ആസ്പിരൻ്റ് ആണ്. എനിക്ക് ഡിഗ്രി പ്രിലിംസിൻ്റെ സ്റ്റേജ് 3 ആണ് എക്സാം വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഞാൻ. ഇത് ഏകദേശം ഒരു ഐ തിങ്ക് മെയ് 18 17 അടുപ്പിച്ചുള്ള ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ്. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പഠിക്കാനും നല്ലൊരു സുഖം തരുന്ന ഒരു ക്ലൈമറ്റാണ്. കഴിഞ്ഞ മന്ത്സൊക്കെ ആക്ച്വലി ഭയങ്കര ചൂടൊക്കെ ആയിരുന്ന ഒരു സമയത്ത് പഠിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രാവിലെ നല്ല പ്ലസന്റ് ആയിട്ടുള്ളൊരു മോർണിംഗ് ആയിരുന്നു. അതിന് ശേഷം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഉടനെ പഠിക്കാനൊന്നും ഇരുന്നില്ല. സോ ഞാൻ ആദ്യം കുറച്ച് എനിക്ക് റീഡിങ് ഇഷ്ടമാണ്. അപ്പോൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സമയം റീഡിങ്ങിലോട്ട് കൊടുക്കാറില്ല. അങ്ങനെ കുറെ നാളത്തേക്ക് ശേഷം ഞാൻ ആൻ ഓഫ് ഗ്രീൻ ഗേബിൾസ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ വായിച്ചു തുടങ്ങി. ഇപ്പൊ രാവിലെ ഞാൻ അതാ ഈ കാണുന്നത്, ആ ബുക്കാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ആംബിയൻസ്, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഒരു എനർജി കിട്ടുന്ന പോലെ തോന്നും. ആൻഡ് ഓൾസോ രാവിലെ നമ്മൾ പൊതുവെ എഴുന്നേൽക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാലും നമുക്ക് കുറച്ചുകൂടി ഒരു എനർജി ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പഠിക്കുന്ന സ്റ്റുഡൻസിനാകുമ്പോൾ അത് കുറച്ചുകൂടെ ടൈം കിട്ടുന്നത് പോലെയും തോന്നും. മറ്റ് നമ്മളൊരു 7 8 ഒക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഫ്രഷ് ആയി ഒന്ന് പഠിക്കാനുള്ള സോണിലോട്ട് വരുമ്പോൾ തന്നെ കുറച്ച് ടൈം കഴിയും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഓൾറെഡി ഒരു ടൈം വരും. ഇപ്പൊ മാക്സിമം ഒരു 5 അടുപ്പിച്ച് എണീക്കാൻ പറ്റിയാൽ നല്ലതായിരുന്നു. ഞാൻ ഇടയ്ക്ക് കുറച്ച് ടൈമൊക്കെ എണീക്കുമായിരുന്നു, പക്ഷെ എപ്പോഴും പോസിബിൾ ഒന്നും അല്ല. അപ്പൊ ഇന്നൊക്കെ കുറച്ച് ഞാൻ ലേറ്റ് ആയി, ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു, ഒരുപാട് ചൂടൊന്നും ഇല്ലായിരുന്നു. ഈവൻ 8:30 ഒക്കെ ആയപ്പോഴെങ്കിലും അങ്ങനെ കുറച്ച് റീഡിംഗ് ഒക്കെ ആയിരുന്നു രാവിലത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പഠിക്കാനാണ് ഇരുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടും ഇപ്പൊ ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസും റിവിഷനും പഠിച്ചത് എല്ലാം റിവിഷൻ ചെയ്തു പോകാനാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പോൾ അതില് ഈ ഒരു ദിവസം ഞാൻ കുറച്ച് ഡിഫറെന്റ് ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഇത് വോയിസ് ഓവർ ചെയ്യുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ കുറച്ച് ഡിഫറെന്റ് ആണ്. മാക്സിമം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കൂടെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് കാണാം നല്ലൊരു മഴയൊക്കെ പെയ്തിട്ട് ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ തന്നെ ചെന്നിരുന്ന് കുറച്ച് നേരം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ്. നമുക്കറിയാം കഴിഞ്ഞ 2 സ്റ്റേജിലും വേൾഡ് ഹിസ്റ്ററിയിലൊക്കെ നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. സാധാരണ റെവല്യൂഷനിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും അല്ലാണ്ട് യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനിയുടെ നിന്നൊക്കെ വേൾഡ് വാറിന്റെ തന്നെ പ്രീ വേൾഡ് വാർ പോലത്തെ ഒരു ടൈമിലെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെന്ന്. അപ്പം ഞാൻ വേൾഡ് വാർ ജസ്റ്റ് ഒന്ന് പഠിച്ചു തുടങ്ങാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പൊ ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വേൾഡ് വാറാണ്. ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറുമാണ് മെയിൻ ആയിട്ടും ഞാനൊന്ന് ഫോക്കസ് ചെയ്ത് കുറച്ച് ഒന്ന് വായിച്ചിട്ടുണ്ട്. ഇനി ഒരു 2-3 റിപ്പീറ്റ് ചെയ്ത് വായിച്ച് ഒന്ന് കാണാതെയൊക്കെ എഴുതി നോക്കണം. ഇപ്പൊ ഞാൻ ബേസിക്കലി ചെയ്യുന്നത്, പുതിയതായിട്ട് എന്ത് പഠിച്ചാലും പിറ്റന്നത്തെ ദിവസം ഞാൻ അത് എന്തായാലും റിവിഷൻ ചെയ്തിരിക്കും. റിവിഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വായിച്ചു വിടുക അല്ല ഞാൻ ചെയ്യുന്നത്. ആ ടോപ്പിക് റീകളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതായത് ഞാനൊരു പേപ്പർ എടുത്തിട്ട് അത് ലിറ്ററലി എഴുതും. അപ്പോൾ കുറേ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഓർമ്മയാണ്, കുറേ പോയിന്റ്സ് ഓർമ്മയുണ്ട്. ഈവൻ പേരുകൾ, വർഷങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിരിക്കണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഓർമ്മ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്യും. അങ്ങനെ ഒരു അടുപ്പിച്ച് 2-3 ദിവസം അപ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ടറി ആയില്ല എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ വീണ്ടും അടുത്ത ദിവസത്തെ ടു ഡു ലിസ്റ്റിലേക്ക് അപ്പം തന്നെ എഴുതി ചേർക്കും. എനിക്കിത് വീണ്ടും റിവിഷൻ ചെയ്യണം. അപ്പോൾ അത് ഞാൻ ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ വേൾഡ് വാർ ഞാൻ അന്നത്തേക്ക് ശേഷം പിന്നെ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് മാക്സിമം നോക്കണം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലൈവായിട്ട് കുറച്ച് സെഷൻസ്, റിവിഷൻ സെഷൻ, പ്രാക്ടീസ് സെഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. ഡെയിലി മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന്റെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഒരു 30 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 50 ചോദ്യങ്ങൾ വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ ഡെയിലി ചെയ്തു പോകുന്നുണ്ട്. എന്നിട്ട് അതിൽ അറിഞ്ഞുകൂടാതെ കിട്ടാതെ പോയ തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേകം ഒരു ബുക്കിൽ നോട്ട് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഞാൻ എക്സാമിന്റെ തലേ ദിവസം നോക്കാനാണ് പ്ലാൻ. കാരണം എല്ലാം കൂടെ നമുക്ക് എന്തായാലും തലേന്ന് നോക്കാൻ പറ്റത്തില്ല. പിന്നെ അതിനുശേഷം വേറെ ഞാൻ കുറേ സബ്ജക്ട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എക്കണോമിക്സിന്റെ റിവിഷനാണ് ചെയ്തത്. ഏകദേശം എൻ്റെ കയ്യിലുള്ള നോട്ട്സിൽ ഒരു പകുതിയോളം ഞാൻ റിവിഷൻ ചെയ്തു. ഇനി ബാക്കി പകുതി റിവിഷൻ ചെയ്യാൻ ആയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു ടു ഡു ലിസ്റ്റിൽ ഞാൻ കുറച്ചധികം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങളും സ്റ്റേജ് 3 ആരെങ്കിലും ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ റുട്ടീനിൽ എങ്ങനെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാനിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ, ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ജേർണിയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാം. സോ ഓൾ ദി ബെസ്റ്റ് ടു എവ്രി വൺ.